ജനുവരി 16 കുമാരനാശാൻ ചരമദിനം. കുമാരനാശാൻ ആശയഗംഭീരൻ, സ്നേഹഗായകൻ, പൽപ്പുവിന്റെ മാനസപുത്രൻ എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ആധുനിക കവിത്രയത്തിലെ ഒരു അംഗമായിരുന്നു. ഏപ്രിൽ 12, 1873 ജനിച്ച് 1924 ജനുവരി 16 അദ്ദേഹം മരിക്കുന്നത്. കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകൻ ആര്? R.L.V. രാമകൃഷ്ണൻ. മികച്ച സൈനിക സേവനത്തിനുള്ള കമാൻഡേഷൻ കാർഡ് അംഗീകാരം നേടിയ പയ്യന്നൂർ സ്വദേശി ലഫ് കേണൽ പി. സുമേഷ് കുമാർ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ചതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി നൊവാക് ജോക്കോവിച്ച്. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പൽ INS സൂറത്ത്. സ്പേഡെക്സ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഇന്ത്യ. 9-ാം വയസ്സിൽ അന്താരാഷ്ട്ര ചെസ് സംഘടനയായ ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരം ദിവി ബിജേഷ്. ജനുവരി 17 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് K. അരവിന്ദാക്ഷൻ, അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിന്. K. അരവിന്ദാക്ഷന് 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2015 മികച്ച ഉപന്യാസത്തിന് കേരള സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റും ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നോവലുകളാണ് നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ എന്നിവ. പ്രധാനപ്പെട്ട കഥകളാണ് അലക്ക് യന്ത്രം, മീര ചോദിക്കുന്നു, എലിവേട്ടയ്ക്ക് ഒരു കൈപ്പുസ്തകം, കഥകൾ, പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തി എന്നിവ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസങ്ങളാണ് ഹരിതരേഖകൾ, അധികാരത്തിന്റെ ആസക്തികൾ, രാമൻ ഗാന്ധി അംബേദ്കർ, ഗാന്ധിയൻ കാഴ്ചകൾ എന്നിവ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം ഒരുക്കുന്നത് വിജയ്ഘട്ടിന് സമീപം. കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യുവാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യുവാനുമുള്ള ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി ആപ്പ്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ അമേരിക്കൻ സംവിധായകനാണ് ഡേവിഡ് ലിഞ്ച്. സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് K. ജയകുമാർ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ നാടക പുരസ്കാരത്തിന് അർഹനായത് സതീഷ് സംഘമിത്ര. 18 മാജിക് മഷ്റൂം ലഹരിമരുന്നല്ല എന്ന് പ്രസ്താവിച്ച കോടതിയാണ് കേരള ഹൈക്കോടതി. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്നത് മലേഷ്യ. തുടർച്ചയായ 3-ാം വർഷവും ചൈനയുടെ ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന രാജ്യം ചൈന. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അങ്ങാടി കേരള ആപ്പ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100-ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് 2025 ജനുവരി 28 GSLV Mark II റോക്കറ്റിൽ ISRO നാവിക് 02 ആണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. NVS-02 GSLV F-15 എന്നും അറിയപ്പെടുന്നു. ഇത് ഗതിനിയന്ത്രണ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. മിഷൻ ഡയറക്ടർ തോമസ് കുര്യനാണ്. ISRO ചെയർമാൻ V. നാരായണനാണ്. ജനുവരി 19 പ്രഥമ കോക്കോ ലോകകപ്പ് നേടിയ പുരുഷ വനിതാ ടീമുകളാണ് ഇന്ത്യ. പ്രേംനസർ പുരസ്കാരത്തിന് അർഹ ഷീല. പന്തളം കേരളവർമ്മ പുരസ്കാരത്തിന് അർഹ VM ഗിരിജ. അവരുടെ ബുദ്ധപൂർണിമ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. വിജയ് ഹസാരെ ദേശീയ ഏകദിന ടൂർണമെന്റിൽ 5-ാം തവണയും ചാമ്പ്യന്മാരായത് കർണാടകം. അടുത്തിടെ ബ്രിക്സ് കൂട്ടായ്മയിൽ പങ്കാളിയായ രാജ്യമാണ് നൈജീരിയ. സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാമാണ് ഉല്ലാസ്. ദി ന്യൂ ഐക്കൺ എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരി. ജനുവരി 20 S. ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹയായത് SK വസന്തൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ. US-ന്റെ 47-ാമത് പ്രസിഡന്റായി ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ്. ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ജിതിൻ വിജയന്.
CRPF മേധാവിയായി നിയമിതനായത് GP സിംഗ്. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ 14 വർഷം തടവ് ശിക്ഷ ലഭിച്ച പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻ ഖാൻ. 2025 ജനുവരിയിൽ മിസോറാമിന്റെ ഗവർണറായി നിയമിതനായത് വിജയ് കുമാർ സിംഗ്. 21 രാജ്യാന്തര ഫോക്ലോർ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോറിസിക്ക ദി സ്റ്റോറി ഓഫ് ദ ബോട്ട്മാനാണ്. കന്മിന്നീരിലെ മാലിന്യം കസ്തൂരി വെണ്ടച്ചെടിയുടെ നീരൊഴിച്ചു നീക്കാമെന്ന് കണ്ടെത്തിയത് തിരുവല്ല കല്ലുങ്കൽ കാർഷിക ഗവേഷണ കേന്ദ്രം. കുഷ്ഠരോഗ നിർണയത്തിനു വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അശ്വമേധം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സിയാണ് ശൂന്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസിയാണ് $. ജനുവരി 22 ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടം ആകുവാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി. ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എഡിറ്റ്സ്. മദർ തെരേസ ലിമ പുരസ്കാരത്തിന് അർഹനായത് ഫാദർ ഡേവിസ് ചിറമേൽ. CMS രാജഹംസം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് കലാമണ്ഡലം ഗോപി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. എന്നാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിൽ. 2025 ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. 23 പരാക്രം ദിവസ് അഥവാ ദേശസ്നേഹ ദിനം. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുൻപേ പ്രവചിക്കുവാനുള്ള മാതൃക വികസിപ്പിച്ചത് പൂനെ IITM. വനിതാ ഫുട്ബോളിൽ ട്രാൻസ്ഫർ തുകയിൽ റെക്കോർഡ് സൃഷ്ടിച്ച US പ്രതിരോധ നിര താരമാണ് നവോമി ഗ്രിമ. ഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരേയൊരു ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. ഉത്തരാഖണ്ഡിൽ 28 തുടങ്ങുന്ന ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാകയേന്തുക ബാസ്കറ്റ്ബോൾ താരമായ PS ജീന. 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വിക്കറ്റ് നേടുന്ന പേസ് ബൌളറാണ് അഷ്ദീപ് സിംഗ്. അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായത് മാർക്കോ റൂബിയോ. 24 ദേശീയ ബാലികാ ദിനം. 2025 തീമാണ് ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം എന്നുള്ളത്. അതുപോലെ ജനുവരി 24 ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷനായിട്ടും ആചരിക്കുന്നു. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷന്റെ തീമാണ് AI ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായത് D ഗുഗേഷ്. ജോലിസ്ഥലത്തെ സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കുമെന്ന് വിധി പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതി. ശാരീരിക വൈകല്യമുള്ളവരുടെ 2025 ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യ. സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന 3ാമത്തെ വനിതയാണ് ഗ്രീഷ്മ. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ വേദി ചെങ്ങന്നൂർ. ജനുവരി 25 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് മാഡിസൺ കീസ്. 2025 ജനുവരി 25 വിയോഗത്തിന്റെ 75 വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. വേങ്ങാട് മുകുന്ദൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മാധവൻ പുറച്ചേരി. അദ്ദേഹത്തിന്റെ ഉച്ചീര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്. ICC തിരഞ്ഞെടുത്ത 2024 ടെസ്റ്റ് ടീം ഓഫ് ദ ഇയറിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണ് ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ എന്നിവർ. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പങ്കജ് മിശ്ര. ഉച്ചഭാഷിണി ഉപയോഗം മതവിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്ന് പ്രസ്താവിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത മുഖ്യ അതിഥിയായിരുന്നു പ്രഭാവോ സുബിയാന്തോ. 76ാം റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത വിദേശ സൈന്യമാണ് ഇന്തോനേഷ്യൻ സൈന്യം. ഡൽഹി റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരേയൊരു ആദിവാസി രാജാവായിരുന്നു രാമൻ രാജമന്നൻ. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് MT വാസുദേവൻ നായർ. ഒപ്പം
ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് വെച്ച് നൽകുന്നതിനു വേണ്ടിയുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് ഒപ്പം. ഗ്രീൻ ദ ഗ്യാപ്പ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹത്തിന് 1991 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് KM ചെറിയാൻ. അത് 1975 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യൻ യാനിക് സിന്നർ. ഇറ്റലിക്കാരനായിരുന്നു. നിലവിലെ ലോക 1 നമ്പർ താരവുമാണ് അദ്ദേഹം. 3ാമത്തെ ഗ്രാൻഡ് സ്ലാം നേട്ടമാണ്. വനിതാ കിരീടം നേടിയത് മാഡിസൺ കീസ് ആണ്. ജനുവരി 27 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനാണ് ഷാഫി. വൺ മൺ ഷോ, കല്യാണരാമൻ, ലോലി പോപ്പ്, വെനീസിലെ വ്യാപാരി, 2 കൺട്രീസ്, ചിൽഡ്രൻ പാർക്ക്, തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണം, ചട്ടമ്പിനാട്, മേക്കപ്പ് മാൻ, ഷെർലോക്ക് ടോംസ്, ആനന്ദം പരമാനന്ദം, ഒരു പഴയ ബോംബ് കഥ, 101 വെഡിങ്സ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മായാവി, ചോക്ലേറ്റ് തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സൈന്യത്തിലെ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പരംവിശിഷ്ട സേവാ മെഡലിന് അർഹരായ മലയാളികളാണ് B. മണികണ്ഠൻ, സാജു ബാലകൃഷ്ണൻ എന്നിവർ. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്. കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി യൂണിഫൈഡ് പെൻഷൻ സ്കീം പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 1 മുതൽ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് E. സന്തോഷ് കുമാർ. ജനുവരി 28 ഏകവ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. രാജ്യത്തെ ആദ്യ ഗില്ലർബാരി സിൻഡ്രോം മരണം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ സോളാപൂർ ജില്ലയിൽ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് പരവൂർ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കുവാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ജമ്മു കാശ്മീരിലെ ലഡാക്കാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന വിദേശ സൈന്യമാണ് ഇന്തോനേഷ്യൻ സൈന്യം. ജനുവരി 29 ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. GSLV F-15 എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. ജനുവരി 29 ദേശീയ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നു. 2025 തീം റോൾ ഓഫ് പ്രിന്റ് മീഡിയ ഇൻ ദ ഡിജിറ്റൽ ഏജ് എന്നാണ്. T. പത്മനാഭന്റെ ചെറുകഥാ സമാഹാരമാണ് കരുവന്നൂർ. വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. KFRA ഗവേഷകർ കണ്ടെത്തിയ അലങ്കാര സസ്യങ്ങളിൽ രോഗം പരത്തുന്ന കുമിളാണ് പേര മൈറോത്തേസിയം കമാലിയ. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം. അതുപോലെ വേൾഡ് ലെപ്രസി ഡേ ആയും ആചരിക്കുന്നു. 2025 തീമാണ് യുണൈറ്റ്, ആക്ട് ആൻഡ് എലിമിനേറ്റ് ലെപ്രസി എന്നത്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയത് 2025 ജനുവരി 29. ബംഗാൾ ഗവർണറുടെ അതിവിശിഷ്ടപര സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് സഞ്ജീവ് ശിവൻ. വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീനിവാസ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്കായുള്ള ധനസഹായം പദ്ധതി സമാശ്വാസം. ചൈനീസ് കമ്പനിയായ ആലിബാബ അവതരിപ്പിക്കുന്ന പുതിയ AI മോഡൽ ക്വൻ 2.5 AI മാക്സ്. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത സുനിത വില്യംസ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത് ഉത്തർപ്രദേശിന്റെ കുംഭമേള പശ്ചാത്തലമുള്ളത്. ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാനാകുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ചത് ജർമ്മനിയിലെ ഗോട്ടിഗൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ. കടുവകളെ പരിചരിക്കുവാനുള്ള സംസ്ഥാനത്തെ ആദ്യ ആനിമൽ ഹോസ്പേസ് സെന്റർ മാനന്തവാടിയിലെ കുപ്പാടി. മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡറിന്റെ ഓർമ്മക്കുറിപ്പാണ് ഡിഫറന്റ് കൈൻഡ് ഓഫ് പവർ.
2025 ജനുവരിയിൽ അന്തരിച്ച സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകയാണ് എർലിൻ ഫിഷർ.